ഫ്രണ്ട്സ്, നമുക്കിന്ന് പ്രീടെറിട്ടും അതായത് സിമ്പിൾ പാസ്റ്റ് എന്താണെന്ന് പഠിക്കാം. അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് പഠിക്കാം. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നതും എന്താണ്, പാസ്റ്റ് ടെൻസിൽ വരുന്നതാണ്. കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആക്ഷനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രീടെറിട്ടും. അതുപോലെ തന്നെ റിട്ടേൺ ജർമ്മൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്കപ്പോഴും എന്താണ് പ്രീടെറിട്ടും യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സ്റ്റോറീസ്, ബുക്സ്, ന്യൂസ് ഇതിനൊക്കെയാണ് പ്രീടെറിട്ടും യൂസ് ചെയ്യുന്നത്. പെർഫെക്റ്റ് എന്തിനായിരുന്നു? സ്പോക്കൺ ജർമ്മനിന്. അതുപോലെ തന്നെ പ്രീടെറിട്ടും റിട്ടേൺ ജർമ്മൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ സെന്റൻസ് സ്ട്രക്ചർ ഒന്ന് നോക്കിക്കേ. സബ്ജക്ട്, വെർബ് എന്ന് പറയുന്നത് പ്രീടെറിട്ടും ഫോമിലായിരിക്കും വെർബ് ഇവിടെ വരുന്നത്. ഒബ്ജക്ട്, പിന്നെ ബാക്കി റെസ്റ്റ് ഓഫ് ദി സെന്റൻസ്. ഇങ്ങനെ ആയിരിക്കും സെന്റൻസ് സ്ട്രക്ചർ വരുന്നത്. ഫ്രാഗ് സ്ട്രക്ചർ വരുന്നത് ആദ്യം പ്രീടെറിട്ടും ഫോമിലുള്ള വെർബ്, സബ്ജക്ട്, ഒബ്ജക്ട്, പിന്നെ റെസ്റ്റ് ഓഫ് ദി സെന്റൻസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇങ്ങനെ ആയിരിക്കും ഫ്രാഗ് സ്ട്രക്ചർ വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പ്രീടെറിട്ടത്തിൽ വരുന്നതിന്റെ വെർബ് കോൺജുഗേഷൻ ഉണ്ട്. നമ്മൾ പ്രേസൻസി പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന വെർബ് കോൺജുഗേഷൻ പോലെ തന്നെ പ്രീടെറിട്ടത്തിലും ഇതിന് വെർബ് കോൺജുഗേഷൻ ഉണ്ട്. ആദ്യം നമുക്ക് റെഗുലർ വെർബിന്റെ നോക്കാം. റെഗുലർ വെർബിന് എങ്ങനെയാണ്? ഇഷിന്റെ വെർബ് സ്റ്റെമിന്റെ ലാസ്റ്റ് നമ്മൾ ടി ഇ എന്ന് ആഡ് ചെയ്ത് കൊടുക്കും, ടേ എന്നുള്ളത്. പിന്നെ ദൂന് ടെസ്റ്റ്, അർസിയസിന് ടേ തന്നെ, വിയറിന് ടെൻ, ഇയറിന് ടെറ്റ്, സി ഓടെ സിക്ക് ടെൻ എന്ന്. ഈ എക്സാമ്പിൾസ് നോക്കി അപ്പൊ മനസ്സിലാവും. ലേണൻ എന്ന വെർബ്, അതിന് ലേൺ എന്നുള്ള വെർബ് സ്റ്റെം നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഈ എൻഡിങ്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തതാണ് ഇത്. നോക്കിയേ, ഇഷ് ലേൺ ടേ, ദു ലേൺ ടെസ്റ്റ്, അർസിയസ് ലേൺ ടേ, വിയർ ലേൺ ടെൻ, ഇയർ ലേൺ ടെറ്റ്, സി ഓടെ സി ലേൺ ടെൻ. ഇനി കൗഫിന്റെ ഒന്ന് നോക്കിക്കേ. ഇഷ് കൗഫ്റ്റേ, ദു കൗഫ് ടെസ്റ്റ്, അർസിയസ് കൗഫ്റ്റ്, വിയർ കൗഫ്റ്റൻ, ഇയർ കൗഫ്റ്ററ്റ്, സി ഓടെ സി കൗഫ്റ്റൻ. അപ്പൊ ഇങ്ങനെ ആയിരിക്കും റെഗുലർ വെർബിന്റെ കോൺജുഗേഷൻ വരുന്നത്. എങ്ങനെ, ഏത് ഫോമില? പ്രീടെറിട്ടത്തില് റെഗുലർ വെർബിന്റെ കോൺജുഗേഷൻ വരുന്നത് ഈ രീതിയിലായിരിക്കും. റെഗുലർ വെർബിന്റെ എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. പ്രേസൻസി നമ്മൾ പഠിച്ച പോലെ തന്നെ ഇറഗുലർ വെർബിന് പ്രീടെറിട്ടത്തിലും ഫിക്സ്ഡ് പാറ്റേൺ ഒന്നും ഇല്ല. പക്ഷേ നമ്മുടെ വെർബ് സ്റ്റെംലെസ് എന്താണ്, വവൽ ചേഞ്ച് ആവും, എൻഡിങ്സും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഗേഹൻ എന്നുള്ള വെർബ് ഗിങ്കൻ എന്നുള്ള വെർബായിട്ട് മാറും. എങ്ങനെ? ഗേഹൻ എന്നുള്ളത് പ്രീടെറിട്ടത്തിൽ വരുമ്പോൾ ഗിങ്കൻ എന്നാവും. ഇതിന്റെ എൻഡിങ്സും കൂടെ നോക്കി. ഇഷിന് എൻഡിങ്സ് ഒന്നുമില്ല, അർസിയസിനും എൻഡിങ്സ് ഒന്നുമില്ല. പക്ഷെ ദൂന് എസ് ടി വരും എൻഡിങ്ങില്, വിയറിന് ഇ എൻ വരും, ഇയറിന് ടി വരും, സി ഓടെ സിക്ക് ഇ എൻ വരും. നോക്കി ഇവിടെ ഒരു എക്സാമ്പിൾസ് നോക്കാം. ഗേഹൻ എന്ന വെർബ് ഗിങ്കനായി മാറും. അപ്പോൾ ഇഷ് ഗിങ്, ദു ഗിങ്സ്റ്റ്, അർസിയസ് ഗിങ്, വിയർ ഗിങ്കൻ, ഇയർ ഗിങ്ഡ്, സി ഓടെ സി ഗിങ്കൻ. വേറൊരു വെർബ് നോക്കിയേ, സേഹൻ. സേഹൻ എന്നുള്ളത് സാഹൻ എന്നായി മാറും. എങ്ങനെ? സാഹൻ. ഇഷ് സാഹ്, ദു സാസ്റ്റ്, അർസിയസ് സാഹ്, വിയർ സാഹൻ, ഇയർ സാറ്റ്, സി ഓടെ സി സാഹൻ. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഇറഗുലർ വെർബിന്റെ കോൺജുഗേഷൻ എവിടെ? പ്രീടെറിട്ടം ഫോമിൽ വരുന്നത്. നമുക്ക് ട്രെൻഡ് ബാരി വെർബിന്റെ എങ്ങനെ വരുന്നത് നോക്കാം. ട്രെൻഡ് ബാരി വെർബിന്റേത് കോൺജുഗേറ്റഡ് ആയിട്ടുള്ള വെർബ് വരും. എന്നിട്ട് എന്താണ് ആ വെർബിന്റെ ഇടയ്ക്ക് എന്താണ് വരേണ്ടതെന്ന് പറഞ്ഞാൽ അത് വന്നിട്ട് ഫില്ല് ചെയ്തിട്ട് ലാസ്റ്റിലായിരിക്കും പ്രീഫിക്സ് വരുന്നത്. നമ്മൾ സെന്റൻസിൽ എപ്പോഴും ലാസ്റ്റിലായിരിക്കും പ്രീഫിക്സ് വരുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇപ്പൊ ഔഫ്സ്റ്റേഹ് എന്നുള്ള വെർബ്, അത് ഇഷ് സ്റ്റാൻഡ് എന്നാണ് വരുന്നത്. ഈ സ്റ്റാൻഡ് ലാസ്റ്റിൽ സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് ഒബ്ജക്ട് അതെല്ലാം വന്ന് സെന്റൻസിന്റെ ഏറ്റവും ലാസ്റ്റിൽ ഔഫ് വരും. സ്റ്റാൻഡസ്റ്റ് ഔഫ്, സ്റ്റാൻഡ് ഔഫ്, സ്റ്റാൻഡൻ ഔഫ്, സ്റ്റാൻഡറ്റ് ഔഫ്, സ്റ്റാൻഡൻ ഔഫ്. അൺമാർക്ക് നോക്കിക്കേ, മാർക്കേ അൺ. അപ്പൊ ഇതിന് ഒരു എന്താണ് ഫിക്സ് പാറ്റേൺ ഇല്ല. ആകെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രീഫിക്സ് ലാസ്റ്റിൽ വരും. നോക്കിയേ, മാർക്കേ അൺ, മാർക്ടെസ്റ്റ് അൺ, മാർക്ടേ അൺ, മാർക്ടൻ അൺ, മാർക്ടറ്റ് അൺ, മാർക്ടൻ അൺ. അതായത് മാർക്ക് എന്നുള്ളത് റെഗുലർ വെർബ് ആണ്. അതുകൊണ്ടാണ് ഈ ഓർഡറിൽ വന്നത്. ഇറഗുലർ വെർബ് ആയതുകൊണ്ടാണ് ഇതിനെന്താണ് ഒരു പർട്ടിക്കുലർ ഇതില്ലാത്തത്, എന്ത് പാറ്റേൺ ഇല്ലാത്തത്. സ്റ്റേഹൻ എന്ന വെർബ് സ്റ്റാൻഡൻ ആയി മാറി. മാർക്ക് എന്നുള്ള വെർബ് എങ്ങനെയാണ്? മാർക്ക് എന്ന് തന്നെ ആയിരിക്കും. പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ റെഗുലർ വെർബിന്റെ എൻഡിങ്സ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രീഫിക്സ് എങ്ങനെയാണ് സെന്റൻസിന്റെ ലാസ്റ്റ് വരും. ഇതിന്റെ ഓരോ എങ്ങനെയാണ് എക്സാമ്പിൾ സെന്റൻസസ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്ത നമുക്ക് ഉണ്ട്രൻ ബാറി വെർബിന്റെ നോക്കാം. ഉണ്ട്രൻ ബാറി വെർബിന്റെ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പ്രീഫിക്സ് നമ്മൾ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഇതിന്റെ എൻഡിങ്സ് വരുന്നത് നമ്മുടെ നോർമൽ റെഗുലർ വെർബിന്റെ എൻഡിങ്സ് വരുന്ന പോലെ ആയിരിക്കും. നോക്കിക്കേ, ബസൂഖൻ എന്ന വെർബ് ഇഷ് ബസൂഖ്ടെ, ഇവിടെ ടി ഇ ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. ഇഷ് ബസൂഖ്ടെ, ദു ബസൂഖ് ടെസ്റ്റ്, അർസിയസ് ബസൂഖ്ടെ, വിയർ ബസൂഖ്ടൻ, ഇയർ ബസൂഖ്ടറ്റ്, സി ഓടെ സി ബസൂഖ്ടെ. അതായത് റെഗുലർ വെർബിന്റെ എൻഡിങ്സ് എങ്ങനെയാണോ അങ്ങനെ തന്നെ വരും. പ്രീഫിക്സ് മാറത്തുമില്ല. അടുത്തത് ഫസ്റ്റ് ഹെൻ, ഫസ്റ്റ് സ്റ്റാൻഡ്, ഫസ്റ്റ് സ്റ്റാൻഡസ്റ്റ്, ഫസ്റ്റ് സ്റ്റാൻഡ്, ഫസ്റ്റ് സ്റ്റാൻഡൻ, ഫസ്റ്റ് സ്റ്റാൻഡഡ്, ഫസ്റ്റ് സ്റ്റാൻഡൻ. ഇവിടെ സ്റ്റേഹൻ എന്നുള്ളത് എന്താണ്? ഇറഗുലർ വെർബ് ആണ്. അപ്പൊ സ്റ്റേഹൻ എന്നുള്ളത് സ്റ്റാൻഡനായി മാറി. അതിന്റെ കോൺജുഗേഷൻ എങ്ങനെയാണ് വരുന്നത്? അങ്ങനെ തന്നെ വന്നു. പ്രീഫിക്സ് അതിനോട് ചേർന്ന് കിടക്കുകയും ചെയ്തു. ഇനി ഇതിന്റെ സെന്റൻസിന്റെ എക്സാമ്പിൾസ് നോക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അടുത്തത് മൊഡാൽ വെർബ്സ് പ്രീടെറിട്ടം ഫോമിൽ എങ്ങനെ വരും നമുക്ക് നോക്കാം. നമ്മൾ പ്രേസൻസിൽ മൊഡാൽ വെർബ്സിന്റെ കോൺജുഗേഷൻ പഠിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രീടെറിട്ടത്തിലും ഇതിന് കോൺജുഗേഷൻ ഉണ്ട്. ആദ്യമേ നമുക്ക് ദ്യൂർഫെന്റ് നോക്കാം. ദ്യൂർഫെന്റ് മീനിങ് എന്തായിരുന്നു? ടു അലൗ എന്നുള്ള മീനിങ് ആയിരുന്നു വരുന്നത്. ഇപ്പൊ ഇഷ് ദൂർഫ്ടെ, ദു ദൂർഫ്ടെസ്റ്റ്, അർസിയസ് ദൂർഫ്ടെ, വിയർ ദൂർഫ്ടെൻ, ഇയർ ദൂർഫ്ടെറ്റ്, സി ഓടെ സി ദൂർഫ്ടെൻ. അടുത്ത ക്യൊന്നൻ. ക്യൊന്നന്റെ മീനിങ് എന്തായിരുന്നു? ക്യാൻ എന്നുള്ള മീനിങ് ആയിരുന്നു. ഇഷ് കൊൻറ്റെ, ദു കോൺടെസ്റ്റ്, അർസിയസ് കൊൻറ്റെ, വിയർ കോൺടെൻ, ഇയർ കോൺടെറ്റ്, സി ഓടെ സി കോൺടെൻ. അടുത്തത് മ്യോഗൻ. മീനിങ് വരുന്നത് ടു ലൈക്ക് എന്നുള്ള. ഇങ്ങനെ വരുന്നത് ഇഷ് മോഖ്ടെ, ദു മോഖ്ടെസ്റ്റ്, അർസിയസ് മോഖ്ടെ, വിയർ മോഖ്ടെൻ, ഇയർ മോഖ്ടെറ്റ്, സി ഓടെ സി മോഖ്ടെൻ. അടുത്തത് മ്യുസൻ. മ്യുസന്റെ ഇഷ് മുസ്തെ, ദു മുസ്ടെസ്റ്റ്, അർസിയസ് മുസ്തെ, വിയർ മുസ്റ്റൻ,
ihr musstet, sie oder sie mussten. അടുത്തത് sollen എന്ന് പറഞ്ഞാൽ should എന്നുള്ള മീനിങ്. ich sollte, du solltest, sie sollte, wir sollten, ihr solltet, sie oder sie sollte. അടുത്തത് wollen-ന്റെ wollte, wolltest, wollte, wollten, wolltet, wollten. ഇങ്ങനെ ആയിരിക്കും preteritum ഫോമിന്റെ കോൺജുഗേഷൻ എന്താണ് മോഡാൽ വെർബ്സിന്റെ preteritum ഫോമിലുള്ള കോൺജുഗേഷൻ വരുന്നത്. ആദ്യം ഈ എൻഡിങ്സ് നോക്കി എല്ലാത്തിന്റെ സെയിം ആണ്. TE, TEST, TE, TEN, TET, TEN ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതിന്റെ എല്ലാത്തിനും സെയിം ആണ്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് umlaut ഉള്ളിടത്തൊന്നും umlaut യൂസ് ചെയ്തിട്ടും ഇല്ല. ഇങ്ങനെ ആയിരിക്കും preteritum ഫോമിൽ മോഡാൽ വെർബ്സ് വരുന്നത്. അടുത്ത നമുക്ക് ഈറൻ വെച്ചിട്ട് എൻഡ് ചെയ്യുന്ന കുറച്ച് വെർബ്സിന്റെ preteritum ഫോം ഒന്ന് നോക്കാം. നമുക്ക് ഈ രണ്ട് എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട്, സ്റ്റുഡിയറിനും ടെലിഫോണിയറിനും. ആദ്യത്തെ സ്റ്റുഡിയറിന്റെ നോക്കാം. ich studierte, du studiertest, sie studierte, wir studierten, ihr studiertet, sie oder sie studierten. ടെലിഫോണിയറിന്റെ ich telefonierte, du telefoniertest, sie telefonierte, wir telefonierten, ihr telefoniertet, sie oder sie telefonierten. നമ്മുടെ റെഗുലർ വെർബ്സിന്റെ എൻഡിങ്സ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്ത നമുക്ക് preteritumത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹെൽപ്പിംഗ് വെർബ്സ് ഏതൊക്കെയാന്ന് നോക്കാം. പ്രേസൻസിലും നമ്മൾ പഠിച്ചിരുന്നതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹെൽപ്പിംഗ് വെർബ്സ് എന്ന് പറയുന്നത് ഹാവൻ, സൈൻ, വേർഡൻ ആയിരുന്നു. അത് പക്ഷേ preteritumത്തിൽ വരുമ്പോൾ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കോൺജുഗേഷൻ ആണ് അതിന് വരുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഹാവൻ എന്തായിട്ട് മാറും? ഹാറ്റൻ ആയിട്ട് മാറും. സൈൻ എന്നുള്ളത് വാറനായിട്ടും വേർഡൻ എന്നുള്ളത് വൂർഡൻ ആയിട്ടും മാറും. അതിന്റെ കോൺജുഗേഷൻ എങ്ങനെയാണ് നമുക്ക് ഇനി നോക്കാം. ഇഷിന്റെ ഹാറ്റെ, ഡു ഹാറ്റസ്റ്റ്, സിയസ് ഹാറ്റെ, വിയർ ഹാറ്റൻ, ഇയർ ഹാറ്ററ്റ്, സി ഓർഡർ സി ഹാറ്റൻ. സൈനിന്റെ വാർ, du warst, sies war, wir waren, ihr wart, sie oder sie waren. വേർഡന്റെ ich wurde, du wurdest, sies wurde, wir wurden, ihr wurdet, sie oder sie wurden. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള preteritumത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹെൽപ്പിംഗ് വെർബ്സിന്റെ, അതായത് ഹാവ് ആൻഡ് സൈൻ വേർഡിന്റെ preteritumത്തിൽ വരുമ്പോൾ ഉള്ള വെർബ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യമായി ഹാബിന്റെ നോക്കാം. ഹാബിൻ എന്തായി മാറും എന്നായിരുന്നു പറഞ്ഞ്? ഹാറ്റൻ ആയി മാറും preteritumത്തിൽ. മീനിങ് വരുന്നത് ഹാഡ് എന്നാണ്. ഹാവ് എന്നുള്ളത് എങ്ങനെയാണ്? ഹാവ് അല്ലെങ്കിൽ ഹാസ് എന്നുള്ളതാണ് ഹാഡ് ആയിട്ട് മാറുന്നത്. Ich hatte gestern keine Zeit. I had no time yesterday. Wir hatten ein interessantes Gespräch. We had an interesting conversation. എന്നാണ്. അടുത്തത് സൈൻ വെർബിന്റെ. സൈൻ എങ്ങനെയായി മാറും? വാറൻ മാറും. അതായത് ഈസ് എന്നുള്ളത് വാസ് അല്ലെങ്കിൽ വേർ എന്നായിട്ട് മാറും. വാർ സെർ മ്യൂഡ് nach der Arbeit. war sehr müde nach der Arbeit. He was very tired after the work. Sie waren gestern im Kino. They were at the cinema yesterday. ഇവിടെ എല്ലായിടത്തും ശ്രദ്ധിച്ചാൽ സെന്റൻസ് സ്ട്രക്ചർ സെയിം ആണ്, പക്ഷെ വെർബിനാണ് ഇവിടെ മാറ്റം വരുന്നത്. അതായത് പ്രേസൻസിൽ നിന്ന് preteritumത്തിലോട്ട് ആവുമ്പോൾ വെർബിന് മാറ്റം വരും. അടുത്തത് വേർഡൻ. preteritumത്തിൽ വരുമ്പോൾ വേർഡൻ എന്നുള്ളത് വുർഡൻ ആയി മാറും. അതായത് ബിക്കം എന്നായിരുന്നു വേർഡന്റെ മീനിങ് വരുന്നത്, പക്ഷെ preteritumത്തിൽ വരുമ്പോൾ അത് became എന്നാവും. അതായത് പാസ്റ്റ് ടെൻസിൽ പോകും. wurde plötzlich sehr kalt. It suddenly became very cold. അടുത്തത് ich wurde Lehrer nach meinem Studium. I became a teacher after my studies. അപ്പോൾ ഇങ്ങനെയാണ് ഹാബൻ സൈൻ വേർഡൻ preteritumത്തിൽ വരുമ്പോൾ വരുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യമേ നമുക്ക് റെഗുലർ വെർബ്സ് നോക്കാം. Ich machte meine Hausaufgaben. I did my work. ഇവിടെ നോക്കിക്കേ, നമ്മൾ കോൺജുഗേറ്റ് ചെയ്ത് മാഹൻ എന്ന വെർബിനെ preteritum ഫോമിൽ കോൺജുഗേറ്റ് ചെയ്ത് എഴുതി. ബാക്കിയെല്ലാം എന്താണ്? സെയിം ആണ്. Ich machte meine Hausaufgaben. I did my homework. അടുത്തത് wir arbeiteten den ganzen Tag. We worked the whole day. അടുത്തത് ഇറഗുലർ വെർബ്സ് നോക്കിയേ. Ich ging nach Hause. I went home. gegen എന്നുള്ള വെർബിനെ എങ്ങനെയാണ്? preteritumത്തിൽ വരുമ്പോൾ ഗിങ് എന്നായി മാറും. അപ്പൊ അതിന്റെ ഇഷ് ഫോമിലുള്ള കോൺജുഗേറ്റ് ചെയ്തിട്ട് എഴുതിയതാണ് ഗിങ് എന്നുള്ള വെർബ്. ഇഷ് ഗിങ് നാക് ഹൗസെ. ഐ വെന്റ് ഹോം. അടുത്തത് സി സാഹൻ, അതായത് സേഹൻ എന്നുള്ള വെർബ് preteritumത്തിൽ വരുമ്പോൾ സാഹനായി മാറും. അപ്പോൾ സി ഫോമിൽ എങ്ങനെയാണ്? സാഹ് എന്നാണ് വരുന്നത്. സി സാഹ് ഐൻ ഫിലിം. ഷി വാച്ച്ഡ് എ മൂവി. അടുത്ത നമുക്ക് ട്രെൻഡ് വെർബിന്റെ കുറച്ച് നോക്കാം. ഇഷ് സ്റ്റാൻഡ് ഫ്രൂ ഔഫ്. I got up early. ഇവിടെ ഔസ്റ്റേഹൻ എന്നുള്ള വെർബാണ് വന്നിരിക്കുന്നത്. സ്റ്റേഹൻ എന്നുള്ളത് സ്റ്റാൻഡിനായി മാറും. ഇഷ് എന്നുള്ള കോൺജുഗേഷൻ വരുമ്പോൾ, ഇഷ് എന്നുള്ള സബ്ജക്ട് വരുമ്പോൾ അതിന്റെ കോൺജുഗേഷൻ സ്റ്റാൻഡിനായി വരും. അപ്പം ഇഷ് സ്റ്റാൻഡ് ഫ്രൂ ഔഫ് പ്രീഫിക്സ് സെന്റൻസിന്റെ ഏറ്റവും ലാസ്റ്റിലും വന്നു. I got up early. അടുത്തത് kam spät an. ഇവിടെ അൺകോമൺ എന്നുള്ള വെർബാണ് വന്നിരിക്കുന്നത്. പക്ഷെ എന്താണ്? preteritumത്തിൽ വരുമ്പോൾ കൊമ്മൻ എന്നുള്ളത് കാമൻ ആയി മാറും. എന്നുള്ള സബ്ജക്ട് വരുമ്പോൾ അതിന്റെ കോൺജുഗേഷൻ വരുന്നത് എങ്ങനെയാണ്? കാം എന്നായിരിക്കും. അപ്പം kam spät an. He arrived late. നമുക്ക് ഉൺട്രൻബാരെ വെർബിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. Ich besuchte meine Freundin. I visited my friend. Wir verstanden die Aufgabe. We understood the task. അടുത്ത നമുക്ക് മൊഡാൽ വെർബിന്റെ നോക്കാം. ക്യൊന്നന്റെ ich konnte das Problem lösen. I could solve the problem. അടുത്തത് മ്യൂസൻ. musste viel arbeiten. He had to work a lot. അടുത്തത് വോളന്റെ നോക്കിയേ. Wir wollten ins Kino gehen. We wanted to go to the cinema. അടുത്തത് സൊള്ളന്റെ du solltest mehr lernen. എന്താണ്? യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് മോർ. അടുത്തത് ഡ്യൂർഫന്റെ ich durfte lange
draußen bleiben. I was allowed to stay out long. അടുത്തത് മ്യോഗന്റെ നോക്കിയേ. Sie mochte den Film. She liked the movie.